നമസ്കാരം. മലയാള കവിതയിലെ ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നവരിൽ രണ്ടാമത്തെ ആളായ ശ്രീ കുമാരനാശാനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ചയാളാണ് എൻ കുമാരനാശാൻ. 1873 ഏപ്രിൽ 12 കായിക്കര ഗ്രാമത്തിലെ തൊമ്മൻ വീടാക്കം വീട്ടിലാണ് ആശാൻ ജനിച്ചത്. അച്ഛൻ നാരായണ പെരുങ്ങാടി മലയാളത്തിലും തമിഴിലും നിപുണനായിരുന്നു. പ്രധാന തൊഴിൽ കച്ചവടമായിരുന്നെങ്കിലും കീർത്തനങ്ങൾ രചിക്കുകയും അത് ഭംഗിയായി ആലപിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം. അമ്മ കാളിയമ്മ ഈശ്വരഭക്തിയുള്ള ഒരു കുടുംബിനിയായിരുന്നു. 9 മക്കളുള്ള വീട്ടിലെ രണ്ടാമത്തെ മകനാണ് എൻ കുമാരനാശാൻ. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പ്രയത്നത്താൽ ആ ഗ്രാമത്തിൽ ഒരു പ്രൈമറി സ്കൂൾ തുടങ്ങുകയും അവിടെ 2ാം ക്ലാസ് മുതൽ കുമാരനാശാൻ പഠിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു. പഠിത്തം പൂർത്തിയാക്കിയതിനു ശേഷം അധ്യാപകനായി അവിടെ തന്നെ ജോലി ചെയ്തിരുന്നു ആശാൻ. എന്നാൽ ഇത്ര ചെറിയ പ്രായത്തിൽ അധ്യാപകനായി നിയമിക്കാൻ സർക്കാർ അനുവദിക്കാത്തതിനാൽ ഇദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുകയായിരുന്നു. കൊച്ചാരൻ വൈദ്യൻ്റെ കടയിൽ ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കണക്കെഴുത്തു പിള്ളയുടെ ജോലി സംഘടിപ്പിച്ചു കൊടുത്തു. ഈ സമയം മുതൽ തന്നെ ഇദ്ദേഹം കവിത എഴുതാൻ തുടങ്ങിയിരുന്നു. പിന്നീട് ആ ജോലി അദ്ദേഹം ഉപേക്ഷിച്ചു. പറവൂരിലെ കേശവനാശാൻ പ്രസിദ്ധീകരിച്ച സുജനാനന്ദിനി എന്ന മാസികയിൽ ഇദ്ദേഹത്തിൻ്റെ രചനകൾ കുമാരു എൻ കുമാരൻ, കായിക്കര എൻ കുമാരൻ എന്നീ പേരുകളിലായി പ്രസിദ്ധീകരിച്ചിരുന്നു. ഒട്ടേറെ കൃതികൾ രചിച്ചിട്ടുള്ളയാളാണ് കവി കുമാരനാശാൻ. വീണപൂവ്, നളിനി, ലീല, ചണ്ടാല ഭിക്ഷുകിയും കരുണയും എന്നിങ്ങനെ ഒട്ടേറെ കൃതികൾ ഈ കവി രചിച്ചിട്ടുണ്ട്. കാവ്യകം അഥവാ 7ാം ഇന്ദ്രിയം എന്ന പേരിലുള്ള കവിതയിൽ കവിതാരചനയെക്കുറിച്ചുള്ള തൻ്റെ ഉൾക്കാഴ്ചകൾ ആശാൻ വ്യക്തമാക്കി. 44ാം വയസ്സിലായിരുന്നു ആശാന്റെ വിവാഹം. ഭാര്യ ഭാനുമതി അമ്മ. 1976 അവർ അന്തരിച്ചു. മലയാള കവിതാ ലോകത്ത് നിറസാന്നിധ്യമായി നിറഞ്ഞു നിന്നിരുന്ന കാലത്ത് 1924 ജനുവരി 16 പല്ലനാറ്റയിൽ നടന്ന ഒരു ബോട്ട് അപകടത്തിൽ അദ്ദേഹം മരണമടഞ്ഞു. ഇതാണ് കുമാരനാശാനെ പറ്റിയുള്ള ലഘുവിവരണം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.